നമസ്കാരം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുവാൻ എന്ത് ചിലവ് വരും? ഇത് ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്, ചിലർ ചോദിക്കാത്ത ചോദ്യമാണ്. പക്ഷേ ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവേണ്ടത് ഒരു സംരംഭകനെ കുറിച്ച് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോപ്പ് അറിയാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാനോ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം വെർത്ത്ഫുൾ ആണെന്നോ നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിങ്ങിനെ കുറിച്ചാണ്. റിട്ടേൺസിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും നമുക്ക് പിന്നീട് ഒരിക്കൽ നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് പ്ലാനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ആദ്യം തന്നെ നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പൊതുവെ നമുക്ക് ആവശ്യം വരുന്നത് എസ്പെഷ്യലി ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് പർപ്പസിനാണ് കൂടുതൽ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. ഒരു ബ്രാൻഡിനാണ് എപ്പോഴും ഇത് കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ബിസിനസ് സെറ്റ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുടെ കോസ്റ്റിംഗ് ആണ് നമ്മളോട് പറയുന്നത്. ഏറ്റവും ആദ്യം തന്നെ നമുക്കൊരു ലോഗോ വേണം. നമുക്കൊരു ലോഗോ ഉണ്ടെങ്കിൽ നല്ലത്, വേണമെന്നാണ് പൊതുവെ. ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും. പക്ഷേ ഒരു നല്ല ലോഗോ ഉണ്ടെങ്കിൽ നമ്മളുടെ ബ്രാൻഡിന് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഉള്ളിലേക്ക്, മാർക്കറ്റിങ്ങിൻ്റെ പർപ്പസ് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നല്ലൊരു ലോഗോ വേണം. അപ്പോൾ ഒരു ലോഗോ നമ്മൾ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏവറേജ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. ഇത് ലോവർ സെഗ്മെൻറ്റിൽ ഒരു നല്ല പ്രൈസാണ്. 25 രൂപ 50 രൂപ വരെയൊക്കെ ലോഗോന് വാങ്ങുന്ന കമ്പനികളുണ്ട്, കൊടുക്കുന്ന ബിസിനസ്സും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ലോവർ സ്കെയിലിൽ നോക്കുമ്പോൾ ഒരു 5000 ഒരു റീസണബിൾ എമൗണ്ട് ആണ് ഓൺ വൺ ഇറ്ററേഷൻ അല്ലെങ്കിൽ വൺ കൺസെപ്റ്റ് ലോഗോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വെബ്സൈറ്റ്. എന്തായാലും ഒരു വെബ്സൈറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ഡേറ്റിൽ നമുക്ക് ഏതൊരു ബിസിനസ്സിനും ഒരു വെബ്സൈറ്റ് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ ഒരു മോശമല്ലാത്ത ഒരു വെബ്സൈറ്റ് ഇന്ന് മാർക്കറ്റിൽ ഒരു സിമ്പിളായിട്ട് മോശമല്ലാത്ത ഒരു വെബ്സൈറ്റ് ചെയ്തെടുക്കാൻ ഏതാണ്ട് ഒരു 30,000 രൂപയ്ക്ക് അടുത്ത് കോസ്റ്റ് വരും. ഫോട്ടോഷൂട്ട് പലരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോഗോ പല ആൾക്കാരും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വെബ്സൈറ്റ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നതിൻ്റെ പിന്നാലെയാണ് പലരും പോകാൻ ശ്രമിക്കുന്നത്. ഫോട്ടോഷൂട്ട് ചെയ്യാറേ ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ എന്തിനെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാ എഫേർട്ടും ഇവിടെ വന്നിട്ട് വേസ്റ്റായി പോകും. അപ്പോൾ ഇതെല്ലാം ബേസിക്സ് ആണ്, നമ്മൾ മിനിമം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഫോട്ടോഷൂട്ട് ഒരു ഭൂരിഭാഗം ആൾക്കാരും ചെയ്യാറില്ല. പക്ഷേ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ അത് സർവീസ് സെഗ്മെൻ്റ് ആണെങ്കിലും പ്രൊഡക്റ്റ് സെഗ്മെൻ്റ് ആണെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ ആണെങ്കിലും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഇപ്പോൾ വ്യക്തികളാണെങ്കിലും ഒരു വെന്യൂ ആണെങ്കിലും എല്ലാത്തിൻ്റെയും നല്ല രീതിയിലുള്ള കുറച്ച് ഫോട്ടോസ് ആദ്യമേ തന്നെ ഷൂട്ട് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രിയേറ്റീവ്സിൽ എത്രത്തോളം നിങ്ങൾ ഒറിജിനൽ പിക്ചേഴ്സ് ഉപയോഗിക്കുന്നു അത്രത്തോളം കസ്റ്റമേഴ്സിന് നിങ്ങളുമായിട്ട് ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. എത്രത്തോളം നിങ്ങൾ സ്റ്റോക്ക് ഇമേജസ് ഉപയോഗിക്കുന്നു അത്രത്തോളം അതൊരു, കാരണം സ്റ്റോക്ക് ഇമേജസ് നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ ഇമേജ് പലരും പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് സ്റ്റോക്ക് ഇമേജ് ആണെന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വരെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ നിങ്ങളുടെ ഫോട്ടോ വേറെ എവിടെയും ഉണ്ടാവില്ല, അത് യൂണീക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ ഹോസ്റ്റിംഗ്, നമ്മളുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഏവറേജ് കോസ്റ്റ് ഒരു മാസം ഒരു വർഷം വരുന്നത് 3000 രൂപയാണ്. ഇതും ലോവർ സെഗ്മെൻറ്റിൽ നല്ല പ്രൈസിങ് ആണ്. ശരിക്ക് മന്ത്ലി 3000 5000 ഒക്കെ പേ ചെയ്യുന്നവരുണ്ട്. നല്ല പെർഫോമൻസും നല്ല ട്രാഫിക്കും വരുന്നവർ ആ രീതിയിൽ തന്നെ ചെയ്യണം. ഇത് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൈസിങ് ആണ് ഞാൻ പറയുന്നത്. ഡൊമൈൻ നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഗോഡാഡിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഏവറേജ് 1000 രൂപ പെർ ആനം ആണ് ഒരു ഡൊമൈൻ്റെ .comൻ്റെ കോസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇത്രയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വരുമെന്നുള്ളത് നമുക്ക് അവസാനം നോക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അടുത്തത് നമുക്ക് വരുന്നത് കണ്ടൻറ്റ്. മാർക്കറ്റിങ്ങിന് വേണ്ട അല്ലെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫോളോ അപ്സിനായിട്ടും അതേപോലെ ഇനീഷ്യൽ പിച്ച് ചെയ്യാനായിട്ടും, ബ്രോഷർ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വേണ്ടുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ആർട്ടിക്കിൾസ്, അതായത് ടെക്സ്റ്റ് കണ്ടൻറ്റ്.
ടെക്സ്റ്റ് കണ്ടന്റിന് നമുക്ക് ഒരു യൂഷ്വൽ മാർക്കറ്റ് പ്രൈസ് വരുന്നത് 1 രൂപ മുതൽ 3 രൂപ വരെയാണ് വരുന്നത് പെർ വേർഡ്. ഹയർ എൻഡും ഉണ്ട്, അതിൽ താഴെയുമുണ്ട്. പക്ഷെ ഒരു ആവറേജ് റേറ്റ് നോക്കുകയാണെങ്കിൽ 1 to 3 റുപ്പീസാണ് പെർ വേർഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മാസം ഒരു പറയുകയാണെങ്കിൽ നമുക്കൊരു 500 വേർഡിൻ്റെ 10 ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 5000 വേർഡായി 5000 രൂപ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റ് നമുക്ക് ആർട്ടിക്കിൾസ് ആയിട്ട് നമ്മുടെ ബ്ലോഗിൽ ഇടാനും സോഷ്യൽ മീഡിയയിൽ ഇടാനും അതുപോലെ നമ്മുടെ ഇമെയിൽസിൽ അയക്കാനും ബ്രോഷറിൽ ആഡ് ചെയ്യാനും പോസ്റ്ററിൽ ആഡ് ചെയ്യാനും എല്ലാം നമുക്ക് ഇതേപോലെ ഒറിജിനൽ കണ്ടന്റിന്റെ ആവശ്യം വരും. അപ്പോൾ ഇത്രയുമെങ്കിലും നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്തായാലും. ഇത് ഈ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഈ ഒരു എക്സ്പെൻസ് നമുക്ക് എന്തായാലും വരുന്നൊരു എക്സ്പെൻസാണ്. 5000 പെർ മന്ത് കണ്ടന്റ് റൈറ്റിങ്ങിന് നമുക്ക് എക്സ്പെൻസ് വരും. ഡിസൈനിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ആവറേജ് പോസ്റ്റർ ഡിസൈനിൻ്റെ കോസ്റ്റ് വരുന്ന ഒരു 750 രൂപയാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പല ഇപ്പോൾ ഫ്രീ പിക്ക് അല്ലെങ്കിൽ പിക്സാബേ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഇമേജസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓൾട്ടറേഷൻസ് ചെയ്യാൻ സാധിക്കും. വെക്ടർ ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ക്രെഡിറ്റ് കൊടുത്താൽ മതി. ക്യാൻവ പോലുള്ള പ്ലാറ്റ്ഫോംസിൻ്റെ ഫ്രീ ഓപ്ഷൻസ് ഉണ്ട്. അതല്ലാതെ ഒരു നോർമൽ പോസ്റ്റർ ഡിസൈനിങ്ങിന് പോയി കഴിഞ്ഞാൽ 750 രൂപയോളം നമുക്ക് ഏതാണ്ട് ഒരു കോസ്റ്റ് വരും. പിന്നെ വളരെ ക്രിയേറ്റീവായിട്ട് സ്കെച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ വരുന്ന സമയത്ത് ഈ 750 എന്നുള്ളത് ഒരു 3000, 4000, 5000 വരെ പെർ ഡിസൈനിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ബേസിക് പ്രൈസിങ് ആണ്. അപ്പോൾ ഒരു 10 ക്രിയേറ്റീവ് നിങ്ങൾ ഒരു മാസം നിർമ്മിക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 7500 രൂപ നിങ്ങളുടെ ഡിസൈനിങ് കോസ്റ്റ് മാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വീഡിയോസ്. ഇപ്പോൾ ചില ആനിമേഷൻ വീഡിയോസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലോഞ്ച് വീഡിയോസ്, ബേസിക്കലി നമ്മളുടെ ഈ ടൈറ്റിൽസ് അതുപോലെ എന്താ പറയുന്നത് എക്സ്പ്ലനേറ്ററി വീഡിയോസ്, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൈസാണ് 4000 റുപ്പീസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു ഹൈ പ്രൊഫഷണൽ വേയിലൊക്കെ പോകുമ്പോൾ ഈ 4000 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 40,000, 50,000 രൂപ വരെയൊക്കെ പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് സിമ്പിൾ ആനിമേഷൻ വീഡിയോ അല്ലെങ്കിൽ വെക്ടർ ഗ്രാഫിക്സ്, മോഷൻ ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും റേറ്റ് കൂടും. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ഈവൻ നമുക്ക് ക്യാൻവയിൽ ചെയ്യാം. ആനിമേക്കർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്, അനിമോട്ടോ ഉണ്ട്, അതുപോലെ ടൂൺലി ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലൊക്കെ ഒരു വീഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഏതാണ്ട് റേഞ്ച് വരുന്നത് ഒരു 30 സെക്കൻഡ് വീഡിയോന് ഒരു 4000 രൂപയാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 വീഡിയോ തന്നെ നമ്മളൊരു മാസം ചെയ്യുകയാണെങ്കിൽ 2000 രൂപ നമുക്ക് അതിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവ്സ് ഇല്ലാതെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ക്രിയേറ്റിങ്ങിൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് കോസ്റ്റ് ഏതാണ്ട് ഇത്രയും തന്നെ വരും. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതെല്ലാം ഒരു മിനിമം ലെവലിലുള്ള ഐഡിയൽ സിനാരിയോ ആണ്. മിനിമം ലെവലിലുള്ള ഐഡിയൽ സിനാരിയോ. ഓക്കെ, അപ്പം ഈ ഐഡിയൽ സിറ്റുവേഷനിൽ നിന്ന് ഒരുപാട് താഴെയായിരിക്കും പലരും. ഇപ്പോൾ നമ്മൾ പൊതുവെ കാണുന്നവരെല്ലാം അതിന് താഴെയായിരിക്കും. പക്ഷേ എങ്കിലും ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇത്രയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. കൂടുതൽ ഗ്രോത്ത് വരുമ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ നിങ്ങളൊരു ഏജൻസിക്ക് ഈ വർക്ക് കൊടുക്കുന്ന സമയത്ത് കോസ്റ്റിംഗ് എങ്ങനെയാണ്, ഒരു ആവറേജ് കോസ്റ്റിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു സർവീസ് ചാർജ് ഏതാണ്ട് വരുന്നത് പെർ പേജ് ഒരു 3000 റുപ്പീസാണ്. അപ്പോൾ ഈ 3000 റുപ്പീസിൽ ഇവർ നമ്മളുടെ പേജ് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ നമുക്ക് വരുന്ന അതിൻ്റെ ഒപ്റ്റിമൈസേഷനും അതിന് കമൻസും മെസ്സേജസും എല്ലാം അവർ മാനേജ് ചെയ്യും. അതേപോലെ ഏതൊക്കെ രീതിയിലുള്ള റിയാക്ഷൻസ് ആൻഡ് കസ്റ്റമേഴ്സിന് ചെയ്യുന്ന ആക്ഷൻസ് വരുന്നുണ്ടോ അതെല്ലാം ഇവർ ഇവിടുന്ന് മോണിറ്റർ ചെയ്യുന്നതാണ്. പിന്നെ അങ്ങനെ നമുക്ക് 2 പേജ് തന്നെ ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം അപ്പോൾ തന്നെ 2 പേജായി. അതുപോലെ ലിങ്ക്ഡിൻ ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, പിൻട്രസ്റ്റ് ഉണ്ട്, സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള വേറെയും പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് ഒക്കെ വെച്ച് വരുമ്പോൾ അപ്രോക്സിമേറ്റ് 10,000 വരും. നമുക്കിവിടെ 2 പേജ് 6000 എന്നുള്ള രീതിയിൽ കൂട്ടാം. കാരണം നമുക്ക് ക്രിയേറ്റീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ എവിടെ അഡീഷണൽ കോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കുറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇതൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുമെങ്കിലും ഇതിൽ കുറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങളൊരാളെ ചെയ്യാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഒരു ഏജൻസിയെ ചെയ്യാൻ ഏൽപ്പിക്കുന്ന സമയത്ത് ഇത്ര പോലും നമ്മൾ ഓരോ കാര്യത്തിനും കൊടുക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പ്രോപ്പറായിട്ട് സർവേ ചെയ്യാൻ പറ്റില്ല. അതായത് അവർ എഴുതുമ്പോൾ 1 രൂപയെങ്കിലും കൊടുക്കാൻ ഒരു വാക്കിന് നമ്മൾ തയ്യാറായില്ലെങ്കിൽ, അതായത് 500 രൂപയുടെ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ 500 വേർഡിൻ്റെ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ 500 രൂപ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ
ഒരു ഡിസൈനിന് 750 രൂപ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈ ഈ ഈ ഒരു റേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള പ്രൈസിംഗ് ആണ് ഞാനിവിടെ കാണിക്കുന്നതും. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. ആഡ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാമ്പയിൻ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനും അതുപോലെ അറ്റ്ലീസ്റ്റ് ഒരു മന്ത് അതിനെ എന്താ പറയുന്നത് ഈ മോണിറ്റർ ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മളുടെ ഈ ആഡ് ക്യാമ്പയിനിൽ നമുക്ക് റിസൾട്ട് വരില്ല. അപ്പോൾ ഒരു വ്യക്തി ഒരു ക്യാമ്പയിൻ ഒരു മാസം ഇരുന്ന് സെർവ് ചെയ്യുന്നതിന് ഒരു ഓൾമോസ്റ്റ് 4000 rupees പെർ മന്ത് നമുക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു 2 ക്യാമ്പയിൻ തന്നെ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഒരു ലീഡ് ജനറേഷനും അല്ലെങ്കിൽ 2 ലീഡ് ജനറേഷൻ അല്ലെങ്കിൽ 2 ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് സെർച്ച് എഞ്ചിൻ ക്യാമ്പയിൻസ് ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് ഈ ഒരു കോസ്റ്റ് വരും. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ഒരു ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ക്യാമ്പയിൻ ആണ് എന്നാണ്. പക്ഷേ ഒരു ക്യാമ്പയിൻ്റെ താഴെ മൾട്ടിപ്പിൾ ആഡ് സെറ്റ്സും മൾട്ടിപ്പിൾ ആഡ്സും വരുന്നുണ്ട്. അതായത് 2, 3, 4, 5 പരസ്യങ്ങൾ പുഷ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് നല്ല പരസ്യത്തിനെ കണ്ടെത്തി റീറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം വരുന്നത് ഒരു ക്യാമ്പയിൻ്റെ താഴെയാണ്. അപ്പോൾ ഇതിൽ കുറഞ്ഞൊരു റേറ്റിൽ ഒരാൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അതും ഒരു മാസം അത് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റ് വളരെ കുറഞ്ഞ റേറ്റാണ്. അപ്പോൾ ഏജൻസികളുടെ അടുത്ത് പോകുമ്പോൾ അവർ ഇത്രയും പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും, വെറുതെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാനായിട്ട്, വെറുതെ ഒരു ആഡ് റൺ ചെയ്യാനായിട്ട്, വെറുതെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാനായിട്ട് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ക്യാമ്പയിൻ്റെ താഴെ ആഡ് സെറ്റ്സ് വരുന്നുണ്ട്, ആഡുകൾ വരുന്നുണ്ട്. ഒരു ആഡ് റൺ ചെയ്യുന്നതും ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു എമൗണ്ട് ആഡ് ക്യാമ്പയിൻസ് നമ്മൾ മാറ്റി വെക്കണം. റിപ്പോർട്ട്സ് ആൻഡ് അനലിറ്റിക്സ് 2500 രൂപ. നമുക്ക് നമ്മളുടെ എല്ലാത്തിൻ്റെയും റിപ്പോർട്ട്സ്, നമ്മൾ ഇടുന്ന എല്ലാ ആക്ടിവിറ്റിയുടെയും നമ്മളുടെ ഫണ്ട് യൂട്ടിലൈസ് ആകുന്നതിൻ്റെ എല്ലാം നമുക്ക് റിപ്പോർട്ട്സും അനലിറ്റിക്സും മോണിറ്റർ ചെയ്തിട്ട് വേണം നമുക്ക് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഈ റിപ്പോർട്ട്സും അനലിറ്റിക്സും മോണിറ്റർ ചെയ്യാത്തവരുടെ ക്യാമ്പയിൻസ് ഒന്നും പ്രോഗ്രസ് ഉണ്ടാവില്ല. കാരണം ഇവർ പഠിക്കുന്നില്ല, ഇവർ സ്റ്റഡി ചെയ്യുന്നില്ല. ഇന്ന് ചെയ്ത അല്ലെങ്കിൽ ഇന്നലെ ചെയ്തതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇവർ സ്റ്റഡി ചെയ്യാത്തത് കൊണ്ട് പ്രോഗ്രസ് ഒരിക്കലും ഉണ്ടാവില്ല. സെയിം മിസ്റ്റേക്സ് ചിലപ്പോൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ റിപ്പോർട്ട്സും അനലിറ്റിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ എഫേർട്ടിൻ്റെയും ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്ന റിപ്പോർട്ട്സ് ആൻഡ് അനലിറ്റിക്സിനാണ്. അപ്പോൾ അതും ഒരു ബെയർ മിനിമം 2500 രൂപ നമുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, പിന്നെ പറയുന്നത് ലിങ്ക് ബിൽഡിംഗ്. നമ്മളുടെ വെബ്സൈറ്റും പ്രൊഡക്റ്റും സർവീസും ഒക്കെ ആയിട്ട് ഇൻ്റർനെറ്റിൽ എത്ര ലിങ്ക് നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു അത്രയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ട്രാഫിക് കൊണ്ടുവരാനായിട്ട് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ലിങ്ക് ബിൽഡിംഗ്. അത് ഒരാളിരുന്ന് ഡെഡിക്കേറ്റഡ്ലി ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ റേറ്റ് ഏതാണ്ട് 3000 രൂപ പെർ മന്ത് കൊടുക്കേണ്ടി വരും. പിന്നെ വരുന്നത് SEO ഒരു 10,000 rupees പെർ മന്ത് പെർ കീവേഡാണ് ഒരു ആവറേജ് പ്രൈസ്. പക്ഷേ പലരും ബൾക്കായിട്ട് കീവേഡ്സ് നമ്മൾ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ റേറ്റ് കുറച്ച് പെർ കീവേഡ് ഒരു 5,000 rupees വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ പോകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 കീവേഡെങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു 10,000 rupees SEOന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മന്തിൽ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വരുന്ന സർവീസ് ചാർജ് ഒരു മാസം. ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് നമുക്ക് കൂട്ടുകയാണെങ്കിൽ 14, 16, 19 ഏതാണ്ട് 29,500 രൂപ സർവീസ് ചാർജ് മാത്രമായിട്ട് നമുക്കൊരു മാസം വരും. നമ്മളൊരു നല്ല ബെയർ മിനിമം റിക്വയർമെൻറ്റോട് കൂടിയിട്ട് നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഏജൻസിനെ ഏൽപ്പിക്കുന്ന സമയത്ത് ഇത്രയും കൊടുത്തില്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഒരു പക്ഷേ സെർവ് ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല. ഓക്കെ, ഇത്രയും കൊടുത്തില്ലെങ്കിലും ഒരുപക്ഷെ അവർ ചോദിക്കുന്ന എമൗണ്ട് ഇതിൽ താഴെയാണെങ്കിൽ അത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആഡ് ബഡ്ജറ്റ്. പിന്നെ നമുക്ക് വരുന്ന ഒരു വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആഡ് ബഡ്ജറ്റാണ്. പരസ്യത്തിൻ്റെ ചിലവാണ്. പരസ്യത്തിൻ്റെ ചിലവ് നമ്മൾ എന്ത് ചെയ്താലും ഓർഗാനിക് റീച്ചിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഓർഗാനിക് റീച്ചിനെ ലിമിറ്റ് ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ഇൻകം മോഡൽ തന്നെ. ഓർഗാനിക് റീച്ചിനെ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സ് പെയ്ഡ് റീച്ചിലേക്ക് പോകും. കാരണം റീച്ച് കിട്ടാൻ വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറാവുന്ന സമയത്താണ് ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോംസിൻ്റെ വരുമാനം ഇൻകം സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ഒരു മാസം റൺ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം വെറും 200 രൂപ വെറും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു മാസം ഏതാണ്ട് 6,000 രൂപ ചിലവ് വരും. ഒരു ദിവസം വെറും 200 രൂപ നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ, അതായത് ഒരു ആവറേജ് റീച്ച് നമ്മളുടെ ഒരു 5,000 പേരിലേക്ക് എത്തുന്ന, ഡെയിലി നമ്മളൊരു 5,000 പേരിലേക്ക് എത്തുന്ന രീതിയിൽ പോയാൽ തന്നെ നമുക്ക് ഒരു മാസം 6,000 രൂപ പരസ്യത്തിൻ്റെ മാത്രം ചിലവ് വരും. അത് ഫേസ്ബുക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. സെർച്ച് എഞ്ചിൻ ആഡ്സ്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ
ആഡ് കാണിക്കാനും അതിൽ ഹിറ്റ് വരാനും നമുക്ക് ബിസിനസ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഏതാണ്ട് ഈ ഒരു കോസ്റ്റും ഇവിടെ വരും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്, സെർച്ച് എഞ്ചിൻ അഡ്വർടൈസ്മെൻറ്റും ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസും. ബിക്കോസ് നമുക്ക് ബിസിനസ് ഡ്രൈവ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ആ രണ്ട് പരസ്യങ്ങൾ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രയെങ്കിലും ചെയ്തെങ്കിലേ നമുക്ക് റിസൾട്ട് വരുള്ളൂ. ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രാൻഡിനെ ആ ഒരു പെർട്ടിക്കുലർ ഡെമോഗ്രഫിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ദിസ് ഈസ് ആക്ച്വലി ഓപ്ഷണൽ. പക്ഷേ ഇത് ബെയർ മിനിമം നമ്മൾ ഇതും ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ബ്രാൻഡ് വിസിബിലിറ്റി ഭയങ്കര ആവശ്യമാണ്. അതായത് ഈ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളുടെ ബ്രാൻഡിനെ റീകളക്ട് ചെയ്യാനോ റിമൈൻഡ് ചെയ്യാനോ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ മനസ്സിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റീച്ച് അവരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണം. അവരുടെ മനസ്സിൽ നമുക്ക് കയറി കൂടണം. സോ ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് നമുക്ക് റൺ ചെയ്യണം. അതുപോലെ ഡിസ്പ്ലേ ആഡ്സും ഒരു പരിധി വരെ നമ്മളുടെ റീടാർഗറ്റിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആഡാണ്. നമുക്ക് ആഡ് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യാം, ഗൂഗിളിൻ്റെ ആണെങ്കിലും ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും അതുപോലെ വേറെ ഏത് ആഡ് നെറ്റ്വർക്ക്സും യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പെർട്ടിക്കുലർ സെർച്ച് ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിലേക്ക് പരസ്യം പുഷ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേ ആഡ്സ്. ഇതും ഒരു മിനിമൽ എമൗണ്ട് ആണ്. ഇപ്പോൾ ഇത്രയും ഒരു മിനിമൽ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഇത്രയും നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 20,000 അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് മാത്രമായിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ടൂൾസ്. വൺ തിങ് ഐ എം ഷുവർ, ഇപ്പോൾ ഇതിൽ ഞാൻ ഈ പറയുന്ന ഇത്രയും ടൂൾസ് യൂസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇതൊരു ഞാൻ പറഞ്ഞ പോലെ ഐഡിയൽ സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് ഇത്രയും ടൂൾസിൻ്റെ ആവശ്യം വരുന്നത്. ഇത്രയും ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിങ്ങിന് നമ്മൾ ഗെറ്റ് റെസ്പോൺസ് പോലുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മന്ത്ലി കോസ്റ്റ് 1200 സ്റ്റാർട്ട് ചെയ്യുന്നത്, $15 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇമെയിൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലിസ്റ്റ് ബിൽഡിംഗ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ നർച്ചർ ചെയ്യേണ്ടത് വളരെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു കോസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് CRM. എൻഗേജ് ബേ പോലത്തെ ഒരു നല്ലൊരു CRM നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനും ഈ മന്ത്ലി സ്റ്റാർട്ടിംഗ് പാക്കേജ് വരുന്നത് 1200 രൂപയാണ്. ഹബ്സ്പോട്ട് നല്ലൊരു CRM ആണ്, പക്ഷേ അവരുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചീപ്പായിട്ടുള്ളൊരു പ്രൈസിങ് ആണ്. നല്ല CRM ഉണ്ട്, പല ഇൻഡസ്ട്രി സ്പെസിഫിക് CRMs ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏവറേജ് പ്രൈസ് എല്ലാവരുടെയും വരുന്നത് ഒരു മന്ത്ലി 3,000-3,500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എൻഗേജ് ബേ സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജാണ് $14.99. സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടൂൾ, ഹൂട്ട്സ്യൂട്ട് പോലത്തെ അല്ലെങ്കിൽ സ്പ്രൗട്ട് സോഷ്യൽ, അങ്ങനെ ബഫർ, അങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം ഒരുപോലെ മോണിറ്റർ ചെയ്യാനും വർക്ക് ഈസി ആക്കണമെങ്കിൽ ഇങ്ങനൊരു ടൂൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് വളരെ മിനിമം കോസ്റ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ ബ്രാൻഡുകളെ, ഒരുപാട് ബ്രാൻഡുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏജൻസി ലെവലിൽ പോകുമ്പോൾ ഇത് നല്ല രീതിയിൽ എക്സ്പെൻസീവായിട്ട് മാറുന്നുണ്ട്. പക്ഷേ വർക്ക് റിലേറ്റഡ് ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു ടൂളാണ് ഈ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടൂൾസ്. പിന്നെ വന്നിട്ട് ഫണൽ ബിൽഡർ. ഇപ്പോൾ വേൾഡിൽ ടോപ്പ് ഫണൽ ബിൽഡർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് ഫണൽസ് ആണ്. ക്ലിക്ക് ഫണൽസിൻ്റെ ഒരു മന്ത്ലി കോസ്റ്റ് വരുന്നത് ഏതാണ്ട് $7,000 $100 വരുന്നത്. ഞാനിതെല്ലാം റൗണ്ട് അപ്പ് ചെയ്തിട്ടാണ് ഇവിടെ പ്രൈസിങ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഡോളേഴ്സിലാണ് ഈ പ്രൈസെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ക്ലിക്ക് ഫണൽസ് മാസീവായിട്ട് ഉപയോഗിക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗെറ്റ് റെസ്പോൺസിൽ തന്നെ നമുക്ക് ഫണൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഡീഷണൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല ക്ലിക്ക് ഫണൽസ്. പക്ഷേ വേൾഡിൽ വളരെയധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന വളരെ അറിയപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫണൽ ബിൽഡിങ്ങിന് വേണ്ടി, ഫണൽ ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട്. പിന്നെ SEO ടൂൾ കിറ്റ്, Ahrefs പോലുള്ള ഒരു SEO ടൂൾ കിറ്റ്, അഗെയിൻ അവർ $99 പെർ മന്താണ് അവരുടെയും കോസ്റ്റ് വരുന്നത്. അപ്പോൾ Ahrefs വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, നമുക്ക് കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യാനായിട്ടും നമ്മളുടെ സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റിയും നമ്മളുടെ റീച്ചും കാര്യങ്ങളും എൻഗേജ്മെൻറ്റും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിപ്പോർട്ട്സ് ആൻഡ് അനാലിറ്റിക്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ Ahrefs പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എങ്കിലും ഇത് വളരെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് ഉപയോഗിക്കണം. നമുക്ക് ഒരു ലോങ് ടേം ഗെയിമാണ് നമ്മൾ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടൂൾ നമുക്ക് എന്തായാലും വേണ്ടി വരും. Zapier ഇൻറ്റഗ്രേഷൻ ആണ് ബേസിക്കലി. അപ്പോൾ ഇൻറ്റഗ്രേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ടൂൾസ് യൂസ് ചെയ്യുമ്പോഴും പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുമ്പോഴും ഓരോ പ്ലാറ്റ്ഫോമിന് അവരുടെ സ്പെഷ്യൽ യൂസേജും ഫോക്കസും സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നടന്നൊന്നും വരില്ല. അതായത് ഇപ്പോൾ ക്ലിക്ക് ഫണൽസ് നമ്മൾ റൺ ചെയ്യേണ്ടത്, ആ ക്യാമ്പയിൻസ് ഫണൽസ് ബിൽഡ് ചെയ്യേണ്ടത് ക്ലിക്ക് ഫണൽസിൽ തന്നെയായിരിക്കും. നമ്മൾ ലീഡ്സ് ചെയ്യുന്നത് ഫേസ്ബുക്കിലായിരിക്കും.
നമ്മൾ ഇമെയിൽ ചെയ്യുന്നത് ഗെറ്റ് റെസ്പോൺസിലായിരിക്കും, CRM നമ്മളുടെ എൻഗേജ് ബേ ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് Zapier പോലത്തെ ഒരു ഇൻറ്റഗ്രേഷൻ ഇതിൻ്റെ ഇടയിൽ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്കിൽ നമ്മൾ എടുക്കുന്ന ലീഡ്സ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ CRMൽ കയറണമെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ വേണം. അതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന ഇമെയിൽസ് നമ്മളുടെ CRMലുള്ള കസ്റ്റമേഴ്സിന് ഫോളോ അപ്പ് ചെയ്യാൻ ഇമെയിൽസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതും ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കണം. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാത്തിനും കോർത്തിണക്കി ഒരൊറ്റ ഇതിൽ കൊണ്ടുപോകാനായിട്ട്. സോ Zapierൻ്റെ മന്ത്ലി കോസ്റ്റ് ചാർജ് സ്റ്റാർട്ടിങ് തന്നെ 3500 രൂപയാണ് പെർ മന്ത് വരുന്നത്. പിന്നെ നമ്മൾ ഓൺലൈൻ മീറ്റിംഗ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ഷൻസ്, വെബിനാർ അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ സൂമിൻ്റെ ഏറ്റവും മിനിമം മീറ്റിംഗ് പാക്കേജ് വരുന്നത് ഏതാണ്ട് ഒരു 1300 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. വെബിനാർ ചെയ്യാനായിട്ട് സൂം കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിനേക്കാളും നല്ല ഡെമിയോ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. വളരെ നല്ല പ്ലാറ്റ്ഫോമാണ്, മാർക്കറ്റിംഗ് പർപ്പസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഈസി ടു സ്റ്റാർട്ടാണ്, മൊബൈൽ ആപ്പ് വേണമെന്നില്ല. സോ അതും ഏതാണ്ട് ഒരു മന്ത്ലി കോസ്റ്റ് വരുന്നത് 3500 രൂപ പെർ മന്താണ് വരുന്നത്. സോ വെബിനാർ ചെയ്യുന്നുണ്ടെങ്കിൽ സൂം അല്ലെങ്കിൽ ഡെമിയോ ടു സ്റ്റാർട്ട് വിത്ത് ഈസ് വെരി ഗുഡ്. കണ്ടന്റ് ക്രിയേഷൻ നമുക്ക് ഇപ്പോൾ ഡിസൈൻസ് ചെയ്യാനാണെങ്കിലും വീഡിയോ ചെയ്യാനാണെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്യാൻവ പോലത്തെ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെങ്കിലും ക്യാൻവ മാത്രമല്ല, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ക്യാൻവ പോലത്തെ വേറെ ഉണ്ട്, അഡോബിൻ്റെ ഉണ്ട്, അതുപോലെ പല പല കമ്പനികളുടെയും ഉണ്ട്. അതിൻ്റെ ഒരു പ്രോ വേർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി കോസ്റ്റ് ഒരു ആവറേജ് വരുന്നത് 1000 rupees ആണ്. ഇറ്റ് ഈസ് വർത്ത്. നമ്മളൊരു മാസം 1000 രൂപയെ കൊടുക്കുന്നുള്ളൂ, പക്ഷെ നമുക്ക് കിട്ടുന്ന കണ്ടന്റ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്, നമുക്ക് ഒരുപാട് യൂസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചാറ്റ് ബോട്ട് നമ്മളുടെ വെബ്സൈറ്റിൽ ഇടാനാണെങ്കിലും നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ ഇടാനാണെങ്കിലും ചാറ്റ് ബോട്ട്സ് നല്ലൊരു മാർക്കറ്റിംഗ് ടൂളാണ്. എന്തെങ്കിലും ഒരു മീൻസ് ചാറ്റ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടും കസ്റ്റമറെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ചാറ്റ് ബോട്ട് ഈസ് വെരി യൂസ്ഫുൾ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 700 രൂപ പെർ മന്ത് നമുക്ക് അവിടെ വരുന്നുണ്ട്. ചാറ്റ് ബോട്ടിൻ്റെ കോസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നോർമൽ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൂൾസിൻ്റെ കോസ്റ്റാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പോൾ ടൂൾസ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പെർ മന്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ 2400, 4011, 18, 322, 23, 24 ഒരു 25,000 മേലെ നമുക്ക് ടൂൾസിൻ്റെ മാത്രം കോസ്റ്റ് നമുക്ക് ഒരു പെർ മന്ത് വരുന്നുണ്ട്. ഓക്കെ, അഗെയിൻ ശരിക്ക് ഇത്രയും ടൂൾസ് ഉപയോഗിക്കാൻ മാത്രം നമ്മളുടെ ബിസിനസ് വളർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അത്രയും നമ്മളുടെ ബിസിനസ് വളർന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത്രയും കോസ്റ്റ് എന്തായാലും വരില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും വളർച്ച പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടൂൾസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതിൽ നിന്ന് നമുക്ക് വേറൊരു എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട്സ് ആൻഡ് അനാലിറ്റിക്സിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മളുടെ ROI കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വർത്ത് നമുക്ക് റിട്ടേൺസ് വരുന്നുണ്ടെങ്കിൽ എത്ര നന്നായിട്ട് നമുക്ക് ടൂൾസ് എല്ലാം ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. കാരണം ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് എല്ലാം വളരെ പവർഫുൾ ആയിട്ട് മാറും. സോ ഡോണ്ട് ട്രൈ ടു എസ്കേപ്പ് ഫ്രം ദീസ്, ബട്ട് യെസ്, ഇൻ ദി ബിഗിനിങ് ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കിനി നോക്കാം. അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ലേണിംഗ്. പൊതുവേ ആൾക്കാർ ലേണിംഗ് എന്ന് പറയുന്ന പർപ്പസിനെ ഒരു ഫണ്ട് മാറ്റി വയ്ക്കുന്നതായിട്ട് കാണാറില്ല. എസ്പെഷ്യലി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോസസ്സൊക്കെ വരുന്ന സമയത്ത് ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ലേൺ ചെയ്യാതെ നമ്മൾ ഔട്ട്ഡേറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. മാർക്കറ്റിൽ നമ്മളും നമ്മളുടെ പ്രൊഡക്റ്റും ബിസിനസ്സും എല്ലാം ഔട്ട്ഡേറ്റ് ആവാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ലേണിംഗ് ആണ് നമ്മളെ എന്നും അപ്ഡേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ലേണിംഗ് ബഡ്ജറ്റ് നമ്മളെപ്പോഴും എല്ലാ മാസവും കരുതിയേ പറ്റും. ഇപ്പോൾ ബുക്സ് എടുക്കുകയാണെങ്കിൽ ഒരു 500 രൂപയെങ്കിലും നിങ്ങൾ ഒരു മാസം ഒരു 500 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല പുസ്തകം ഒരു പുസ്തകമായിരിക്കും, അല്ലെങ്കിൽ കൂടി പോയ 2 പുസ്തകമായിരിക്കും. ഈ 2 പുസ്തകമെങ്കിലും നിങ്ങൾക്ക് ഒരു മാസം കൺസ്യൂം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അത്രയും നോളജ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് റെക്കമെൻഡബിൾ അല്ല. സോ യു റീഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് ആമസോൺ കിൻഡിൽ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ആമസോൺ കിൻഡിലിൻ്റെ ഒരു വേർഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് 169 രൂപ പെർ മന്ത് വരുന്നുള്ളൂ. അപ്പോൾ 169 രൂപയ്ക്ക് നമുക്ക് അൺലിമിറ്റഡ് റീഡിങ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ പുസ്തകം നിങ്ങൾക്ക് ആമസോൺ കിൻഡിലിൽ ഫ്രീ ആയിട്ട് വായിക്കാനും സാധിക്കും. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ക്രോസ് ഡിവൈസസ് ഫങ്ഷനാലിറ്റി ഉണ്ട്. നമ്മൾ മൊബൈലിലും ഡെസ്ക്ടോപ്പിലും എവിടെ വേണമെങ്കിലും നമുക്ക് വായിക്കാം. അതുപോലെ നമുക്ക് ആവശ്യമുള്ളത് നോട്ട് ചെയ്യാനും സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ദിസ് ഈസ് വെരി ഗുഡ്. അപ്പോൾ ഈ ഒരു 169 രൂപയെങ്കിലും നിങ്ങൾ മിനിമം ഇൻവെസ്റ്റ് ചെയ്യണം റീഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ വരുന്ന ഓൺലൈൻ കോഴ്സസ്.
ഓൺലൈൻ കോഴ്സസ് നമ്മുടെ നോളജ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ശരിക്കും. ക്ലട്ടേഡ് ആയി കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രീം ലൈൻഡ് ആയിട്ട് നമുക്കൊരു പ്രോസസ്സ് പഠിച്ചെടുത്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡഡ് ആയിട്ട് അങ്ങനെ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആകുന്നത് നല്ലതായിരിക്കും. കാരണം ഓരോ മാസം നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പതിയെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ വളർത്താനായിട്ടും അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നോളജ് എത്ര നമ്മളുടെ കയ്യിലുണ്ടോ അത്രയും നാൾ നമ്മൾ കുറേ ഫെയിൽ പ്രൂഫാണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. കാരണം നമുക്ക് അതിനെപ്പറ്റി അറിയാമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി സ്കിൽസ് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും. ഡെയിലി സ്കിൽസ് ഒരു ₹2000 പെർ മന്ത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു 4 കോഴ്സ് ഏവറേജ് ഒരു ₹500 ഒരു 4 കോഴ്സ് നിങ്ങൾ ഒരു മാസം പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഓൾമോസ്റ്റ് ₹2000 നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. എന്നാലും നിങ്ങൾ ആ 4 കോഴ്സിലൂടെ 4 കാര്യങ്ങളാണ് ഒരു മാസം പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു നല്ല ഒരു ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ആഴ്ചയിലും നിങ്ങൾ ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് മാറും. കാരണം നിങ്ങൾക്ക് അത്ര നോളജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നമ്മളുടെ 100 days ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾ എൻറോൾ ആയി കഴിഞ്ഞാൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് 100 ദിവസത്തേക്കാണ് നിങ്ങൾക്ക് ആ കോഴ്സ് കിട്ടുന്നത്. 100 days. സോ ദാറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ₹2000 താഴെ വരുള്ളൂ ഈ 100 days ആ കോഴ്സിൽ എൻറോൾ ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് എ ഓസം വൺ ഫോർ യു ടു ബിഗിൻ വിത്ത്. ഓക്കെ, ദെൻ വൺ സെമിനാർസ്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വെബിനാറുകൾ, ഈവൻറ്റ്സ്, സെമിനാറുകൾ കാണാനായിട്ട് സാധിക്കും. ഫ്രീ ആയിട്ടുള്ള ഇവൻറ്റ്സും ഉണ്ട്, അല്ലാതെ പെയ്ഡ് ഇവൻറ്റ്സും ഉണ്ട്. പെയ്ഡ് ഇവൻറ്റ്സ് ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായി റെലവൻ്റ് ആയിട്ടുള്ള വർത്ത് ലൈക്ക് ₹500 പെർ ഇവൻ്റ് ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് യു മസ്റ്റ് അറ്റൻഡ്. അതുപോലെ അറ്റ്ലീസ്റ്റ് ഒരു ₹1000 ₹1000 കുറച്ച് സമയവും ഒരു മാസം നിങ്ങൾ മാറ്റിവെക്കണം അങ്ങനത്തെ ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 3 ഇവൻറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഇവൻ്റെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. അപ്പോൾ ഈ പ്രൈസിങ് നമ്മൾ വളരെ മിനിമം റേഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴും ഒരു ആവറേജ് കോസ്റ്റ് വരുന്നത് ഒരു ₹3000-3500 നമുക്ക് ലേണിങ്ങിന് വേണ്ടി ഒരു മാസം വരുന്നത്. സോ ഈ ലേണിങ് നമുക്ക് ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് വർത്ത്. സോ ഡു ദാറ്റ് ലേണിങ്ങിൽ. നമുക്കിനി വേറെ കോസ്റ്റ് കണക്കൂട്ടി നോക്കാം. അല്ലാതെ നമുക്ക് ഒരു ആവറേജ് എത്രയാണ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ₹5000 നമ്മുടെ ലോഗോൻ്റെ പറഞ്ഞത്. ₹30,000 വെബ്സൈറ്റിൻ്റെ പറഞ്ഞു. ഫോട്ടോഷൂട്ട് നമ്മൾ 10,000 പറഞ്ഞു. ഇപ്പോൾ ഈ വെബ്സൈറ്റിന് നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഗെറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ടൂൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ലാൻഡിംഗ് പേജ് ചെയ്യാം, ഇമെയിൽ ചെയ്യാം, ഫണൽസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, ഓട്ടോമേഷൻസ് ചെയ്യാം. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആ പ്ലാറ്റ്ഫോമിൽ. സിംഗിൾ പ്ലാറ്റ്ഫോം മതിയാവും നിങ്ങൾക്ക്. മന്ത്ലി കോസ്റ്റ് വരുന്നത് ₹1200 അടുത്തേ വരത്തുള്ളൂ. വേറെ ഹോസ്റ്റിംഗ് പോലും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ലാൻഡിംഗ് പേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ റീപ്ലേസ്മെൻ്റ് ആവും. വെബ്സൈറ്റിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. എക്സാക്റ്റ് വെബ്സൈറ്റ് അല്ല, ലാൻഡിംഗ് പേജിൻ്റെ പർപ്പസ് വേറെയാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഫോട്ടോഷൂട്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു വൺ ടൈം കോസ്റ്റ് വരുന്നത് ഏതാണ്ട് ഒരു ₹45,000 ടു സ്റ്റാർട്ട് വിത്ത്. പ്ലസ് നമുക്ക് ഇവിടെ വന്നിട്ട് ആനുവലി 2 എക്സ്പെൻസ് വരുന്നുണ്ട്. ഹോസ്റ്റിങ്ങും ഡൊമൈനും അത് റിന്യൂവബിൾ ആണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒരു ₹49,000 ഒരു ₹50,000 താഴെ നമുക്ക് തുടക്കത്തിൽ മൊത്തത്തിൽ ആവശ്യം വരുന്നുണ്ട്. ഒരു ബ്രാൻഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതാണ്ട് ഈ ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. ബെയർ മിനിമം ഇത്ര എക്സ്പെൻസ് വരും. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ നിന്ന് കണ്ടൻറ്റ് നമ്മൾ പറഞ്ഞു ₹500 ആർട്ടിക്കിൾസിന് വേണ്ടിയിട്ട്, ₹7,500 ഇമേജസിന് വേണ്ടിയിട്ട്, ₹8,000 നമ്മൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടൻറ്റ് ക്രിയേഷൻ ഇത്രയും വേണ്ടി വരും. ഇനി വന്നിട്ട് സോഷ്യൽ മീഡിയ പേജസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ആഡ് ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ വേണ്ടി, റിപ്പോർട്ട്സ്, ലിങ്ക് ബിൽഡിംഗ്, SEO നമ്മൾ ആ പറഞ്ഞ കോസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആഡ് ബഡ്ജറ്റ്, ലീഡ് ജനറേഷൻ, ബ്രാൻഡ് അവയർനെസ്, സെർച്ച് എഞ്ചിൻ ആഡ്സ്, ഡിസ്പ്ലേ ആഡ്സിൻ്റെ ബഡ്ജറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ടൂൾസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടൂൾസിൻ്റെയും പ്രൈസിങ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ലേണിങ്ങിൻ്റെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്ന എമൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഞെട്ടിപ്പോവും. 98,400 ഏതാണ്ട് ₹1,00,000 ഒരു മാസത്തെ നമ്മളുടെ എക്സ്പെൻസ് വരുന്നത്. സോ നിങ്ങളൊരു ഏജൻസിയുടെ അടുത്ത് പോകുമ്പോൾ ഇത്രയും സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലാണ് ഏജൻസിക്ക് റൺ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെപ്പോലെ ഒരു ക്ലയൻറ്റിന് സെർവ് ചെയ്യണമെങ്കിൽ ഏജൻസിക്ക് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഏജൻസിക്ക് എങ്ങനെ പോലും ഒരു ഫിക്സഡ് കോസ്റ്റ് ഒരു മന്ത്ലി 1 lakhന് അടുത്ത് വരുന്നുണ്ട്, ടൂൾസും ഇതെല്ലാം ചേർത്ത് മാത്രം. ഓക്കെ, അപ്പോൾ അവർ ആ എമൗണ്ട് 2, 3, 4, 5 ക്ലയൻറ്റിൽ നിന്നാണ് അവരത് തിരിച്ചു പിടിക്കുന്നത്. പ്രോഫിറ്റിൻ്റെ കാര്യം വേറെ.
പ്രോഫിറ്റ് അല്ലാതെ തന്നെ അവർക്ക് ഈ എമൗണ്ട് റിട്ടേൺ വരണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നമുക്ക് സാലറി എല്ലാം അടക്കം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് വന്നേ പറ്റും. അപ്പോൾ അത്രയും എമൗണ്ട് നിങ്ങൾക്കൊരു ഏജൻസിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏജൻസിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സർവീസും ടൂൾസും റിട്ടേൺസും എല്ലാം വളരെ കുറവായിരിക്കും. സോ ബി ജനറസ് വെൻ യു ആർ ടൈങ് അപ്പ് വിത്ത് എൻ ഏജൻസി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഈ ഡെയിലി സ്കിൽസ് പ്ലാറ്റ്ഫോമിൽ 100 ഡേയ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ആ കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഫണൽ ബിൽഡർ നമുക്ക് ക്ലിക്ക് ഫണൽസ് ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നമ്മളതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. SEO ടൂൾ കിറ്റ് നമ്മളതിനകത്ത് കവർ ചെയ്യുന്നില്ല. സോ ദാറ്റ് വിൽ ബി അഡീഷണൽ. ഇൻ്റഗ്രേഷൻസ് കവർ ചെയ്യുന്നില്ല. വെബിനാർ ടൂൾ നമുക്ക് വേറെ എന്തായാലും വേണ്ടി വരും. അല്ലെങ്കിൽ വെബിനാർ അതിൽ തന്നെ ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് അഗൈൻ പെയ്ഡ്. കണ്ടൻറ് ക്രിയേഷൻ നമ്മൾ വേറെ പഠിപ്പിക്കുന്നുണ്ട്. ചാറ്റ് ബോട്ട് നമുക്ക് ആവശ്യം വരും. ഇമെയിൽ മാർക്കറ്റിംഗ് നമുക്ക് ആ കോസ്റ്റ് എന്തായാലും വരും. CRM വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ടൂൾ നമുക്ക് വേണ്ട. നമ്മൾ ഫേസ്ബുക്കിൻ്റെ തന്നെ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആഡ് ബഡ്ജറ്റ് നമുക്ക് ഏതാണ്ട് ഒരു ഇത്രയൊക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചെങ്കിലാണ് റിസൾട്ട് വരുന്നത്. എങ്കിലും ദിസ് ഈസ് അഗൈൻ അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ ആവശ്യമില്ല. എന്തായാലും നമ്മൾ ഡിസ്പ്ലേ ആഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു 100 ഡേയ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാമിൽ. സർവീസ് ചാർജ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പേജ് മാനേജ്മെൻറ്റ് സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ആഡ് ക്യാമ്പയിൻസിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. റിപ്പോർട്ട്സ് ആൻഡ് അനാലിസിസ് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ലിങ്ക് ബിൽഡിംഗ് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. SEO നമ്മൾ ഈ കോഴ്സിൽ കവർ ചെയ്യാത്തതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇമേജസ് എങ്ങനെ ഏതെല്ലാം പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യാം. വീഡിയോസ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള വീഡിയോസ് ക്യാൻവ വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ആ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിൽ പഠിപ്പിക്കുന്ന റിട്ടേൺ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 50,000 രൂപ പെർ മന്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ. ആ കോഴ്സിൻ്റെ കോസ്റ്റ് ഈസ് 20,000 റുപ്പീസാണ് വൺ ടൈം കോസ്റ്റ് വരുന്നത്. പക്ഷേ അത് ഓഫർ പ്രൈസിൽ ഇപ്പോൾ ഐ തിങ്ക് 3,000 റുപ്പീസ് റേഞ്ചിലേക്കാണ് ആ കോഴ്സ് പിരിക്കുന്നത്. അപ്പോൾ അത്രയും വെറും 3,000 രൂപ 4,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് 50,000 രൂപ പെർ മന്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ കാണുന്ന ടൂൾസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ SEO ടൂൾ കിറ്റ് നമ്മൾ വാങ്ങുന്നില്ല, ഇനീഷ്യലി വേണ്ട. അത് കുറച്ച് ഒരു ഫസ്റ്റ് ലെവൽ കഴിയുന്ന കമ്പനികൾക്ക് മാത്രമാണ് അത്രയും അങ്ങനത്തെ ടൂൾസിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇൻ്റഗ്രേഷൻസ് ഇനീഷ്യലി ആവശ്യം വരില്ല ടു സ്റ്റാർട്ട് വിത്ത്. വെബിനാർ വേണമെങ്കിൽ മതി. ചാറ്റ് ബോട്ട് എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ വേണ്ടി വരില്ല. ഓക്കെ, ഡിസ്പ്ലേ ആഡ്സ് ഇനീഷ്യലി വേണമെന്ന് വരില്ല. ബ്രാൻഡ് അവയർനെസ് ഇനീഷ്യലി വേണമെന്ന് വരില്ല. ലീഡ്സും സെർച്ച് എഞ്ചിനും മതിയാവും. SEO നമുക്ക് ഇനീഷ്യലി വേണ്ടി വരില്ല ടു സ്റ്റാർട്ട് വിത്ത്. സോ പിന്നെ വരുന്ന നിങ്ങൾക്ക് ആകെ വരുന്നത് 17,000 രൂപയ്ക്ക് അടുത്താണ് ആകെ എക്സ്പെൻസ് ഒരു മാസം വരുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് യുവർ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് അടക്കം ഓൺലൈൻ കോഴ്സ് ഓൾറെഡി നിങ്ങൾ 2,000 രൂപ പേ ചെയ്തതിന് ശേഷം ഒരു 15,000 രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇൻക്ലൂഡിങ് ലേണിംഗ് നിങ്ങൾക്കൊരു മാസം ആകെ ചിലവ് വരുന്നത്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ട് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു 1 ലാഖിൻ്റെ അടുത്ത് നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കണം. 1 ലാഖിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കാൻ ശ്രമിക്കുന്നു അത്രയും നമ്മളുടെ റിസൾട്ടിനെയാണ് അത് ആക്ച്വലി ബാധിക്കുന്നത്. അപ്പോൾ അതൊരു റെക്കമെൻഡബിൾ പ്രോസസ്സും അല്ല. അപ്പോൾ അത്രയും നന്നായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന കാര്യത്തിലാണ് ആ ഒരു കോസ്റ്റ് വരുന്നത്. വെറുതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനോ മറ്റേ ലീഡ് ജനറേഷൻ ചെയ്യാനോ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു 20,000 അല്ലെങ്കിൽ 25,000 റേഞ്ചിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എപ്പോഴും ഇതിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറാതെ ഇരിക്കാൻ ശ്രമിക്കുക. ബഡ്ജറ്റിനെ പറ്റി വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും റിട്ടേൺസും വളരെ വ്യക്തമായിട്ട് കാൽക്കുലേറ്റഡ് ആയിരിക്കണം. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോന് താഴെ അല്ലെങ്കിൽ ഡിസ്കഷൻ ഫോറത്തിലോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിംഗ്. സോ യു മേക്ക് എ പ്ലാൻ ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്യുക എന്തായാലും. അതിനുശേഷം വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു.